എല്ലാ സംസ്ഥാനങ്ങൾക്കും പോലെ അനുവദിച്ച കോടിക്കണക്കിന് രൂപ നൽകി അനുവദിച്ച ഒരു പദ്ധതിയാണ് സ്മാർട്ട് സിറ്റി പദ്ധതി. കോടിക്കണക്കിന് രൂപയാണ് നമ്മുടെ കേരളത്തിനും അത് അനുവദിച്ചിരിക്കുന്നത്. മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും 2020 ഈ സ്മാർട്ട് സിറ്റിയുടെ പദ്ധതികൾ തീർന്ന് വളരെ ഭംഗിയായി അവിടുത്തെ ജനങ്ങൾ അതിൻ്റെ ഗുണഭോക്താക്കളായി ഇരിക്കുന്ന സമയത്താണ് കേരളത്തിൽ മാത്രം ഇത് വളരെ മുട്ടുകാലിൽ എഴയുന്നതിനേക്കാളും കഷ്ടതയിലാണ് പോകുന്നത്. ഇതിന് വളരെ ശക്തമായി BJP ഇതിനെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ട്. ഈ പ്രതിഷേധിക്കുന്ന സമയത്ത് സ്മാർട്ട് സിറ്റിയുടെ അധികൃതർ വന്നിട്ട് ഇതിന് വളരെ നിസ്സഹായരാണ്. അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ സ്കിൽഡായിട്ടുള്ള കരാറുകാരെ പിന്നെ ആ കരാർ കൊടുക്കാനായിട്ട് ഇവിടുത്തെ ഭരണപക്ഷം സമ്മതിക്കുന്നില്ല. അവർ പറയുന്ന ആൾക്കാർക്ക് മാത്രമേ കരാർ കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ ഈ കരാർ കൊടുക്കുന്ന സമയത്ത് ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ചെയ്യാനുള്ള സ്മാർട്ട് സിറ്റി പോലുള്ള ഇവിടുത്തെ ഒരുപാട് വ്യവസായി സഹോദരന്മാരുടെ ദുഃഖം പോലെ വളരെ പെട്ടെന്ന് വളരെ യുദ്ധകാല അടിസ്ഥാനത്തിൽ തീർക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ എല്ലാ രംഗങ്ങളിലും ഉണ്ട്. പക്ഷേ അത് പ്രായോഗികമായി ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്കിൽഡായിട്ടുള്ള കരാറുകാരെ സ്മാർട്ട് സിറ്റിക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഈ കരാറുകാരുടെ കാര്യം പറഞ്ഞപ്പോഴാണ് പറയുന്നത് അവർ സ്വന്തമായിട്ട് ടെൻഡർ തയ്യാറാക്കുന്നതായിട്ട് അല്ല, സ്മാർട്ട് സിറ്റിക്കാർക്കൊരു ടെൻഡറിന് ഒരു രീതിയുണ്ട്. അപ്പോൾ ഈ ടെൻഡർ കോർപ്പറേഷൻ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ട് കോർപ്പറേഷൻ ഇതൊരു മുഖ്യമായ തിരുവനന്തപുരത്ത് കോർപ്പറേഷന് മുഖ്യമായ ഒരു പങ്ക് ഇതിനകത്തുണ്ട്. എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ നല്ല ഇത് ഇൻവോയ്സ് കൊട്ടേഷൻ വാങ്ങണം എന്നുള്ളത് തീർച്ചയായും അത് നിങ്ങൾക്ക് സ്മാർട്ട് സിറ്റി ഇതിൻ്റെ കൂട്ടത്തിൽ സ്മാർട്ട് സിറ്റിയുടെ ഓഫീസ് അടുത്ത് തന്നെയാണ്. ഇവിടെ നിന്ന് 200 മീറ്റർ പോലും ദൂരമില്ല. അവിടെ പോയി അവരുടെ കൂടെ ഇതിൻ്റെ കാര്യങ്ങൾ ചോദിക്കണം. അവർ പറയാൻ തയ്യാറാവുമെങ്കിൽ സത്യസന്ധമായ കാര്യങ്ങൾ അവർ പറയാൻ തയ്യാറാവുമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കരാർ കൊടുത്തിരിക്കുന്നത് സ്കിൽഡായിട്ട് പണിയെടുക്കില്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത ആൾക്കാർക്ക് തന്നെയാണ് ഇവർ കരാർ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഫലമാണ് ഈ അനുഭവിക്കുന്നത്. ഒരു രാത്രി വരുന്നു, ഇവിടുത്തെ വ്യവസായ സഹോദരന്മാരോട് സംസാരിക്കുന്നു, നമ്മൾ ഇന്ന ഒരു രീതിയിൽ ചെയ്യുമെന്ന് പറയുന്നു. രാത്രി വരുന്നു, പെട്ടെന്ന് കുഴിച്ചു തോണ്ടുന്നു. ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 4 അടി 2 അടി പൊക്കത്തിൽ കിടന്ന പ്രദേശമാണ് ഇത്രയും സ്ഥലത്ത് കുഴിച്ചിരിക്കുന്നത്. ഇവിടുത്തെ മണ്ണ് എവിടെയാണ് പോയത്? ഈ മണ്ണ് എവിടെയാണ് പോയത്? ഈ നമ്മളിന്ന് കുഴിക്കാത്താണ് നിൽക്കുന്നത്. ഇവിടുത്തെ ഇവരെല്ലാം കടക്കാരെല്ലാം വളരെ ബുദ്ധിമുട്ടാണ്. ഇന്നിവിടെ 3-4 സ്റ്റെപ്പ് കയറി പോകേണ്ട ആ ഒരു താഴത്തിൽ ഇവിടെ മണ്ണില്ല. ഈ മണ്ണ് എവിടെയാണ് പോയത്? ആരാണ് ഇതിന് ഉത്തരം പറയുന്ന ആരാണ്? അപ്പോൾ ഈ രാത്രി പണി ചെയ്യുന്നതിൻ്റെ ലക്ഷ്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. ഇവിടുന്ന് പല സാധനങ്ങളും കൊണ്ടുപോകാനുണ്ട്. പല സ്ഥലങ്ങളും ഈ വഞ്ചൂരിൻ്റെ തന്നെ വിവിധ മേഖലകളിൽ പണി ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ പല സാധനങ്ങളും ഇവർ കടത്തിക്കൊണ്ട് പോവുകയാണ്. രാത്രി കാലങ്ങളിൽ കടത്തിക്കൊണ്ടുപോകാനാണ് നടക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ശ്രദ്ധിക്കാം, ഈ സ്ലാബെല്ലാം പൊളിച്ചിട്ട് ഇതിൻ്റെ അകത്തുള്ള കമ്പി കൊണ്ടുപോകും, ഈ മണ്ണ് കൊണ്ടുപോകും. അപ്പോൾ ഇതൊക്കെ ഒന്നുമില്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാരുടെ എന്തെങ്കിലും ഒരു പറയാൻ തയ്യാറാണ്. അപ്പോൾ ഒരു സ്കിൽഡായിട്ടുള്ളൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെയൊന്നുമില്ല. അതിന് ആവശ്യമുള്ള ലൈറ്റ്, ആവശ്യമുള്ള എക്യുപ്മെൻറ്റ്സ്, ആവശ്യമുള്ള ഈ ഇലക്ട്രിസിറ്റി ബോർഡുമായിട്ട് ബന്ധപ്പെട്ട്, വാട്ടർ വർക്ക്സുമായിട്ട് ബന്ധപ്പെട്ട്, സീവറേജുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരുമായിട്ടൊരു സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വളരെ ഭംഗിയായിട്ട് പോകത്തുള്ളൂ. വളരെ ഭംഗിയായി പോയാൽ വളരെ യുദ്ധകാല അടിസ്ഥാനത്തിൽ തീർക്കാൻ പറ്റുന്ന ഒരു വർക്കാണ് സ്മാർട്ട് സിറ്റി. ആവശ്യത്തിലധികം ഫണ്ട് കൊടുക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ കൈ അയച്ച് സഹായിച്ച് ആവശ്യം പോലെ ഫണ്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ കൊടുക്കുന്ന ഫണ്ടുകളൊന്നും അതിൻ്റെ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നില്ല. ഇപ്പോൾ ഒരു കൊടുക്കുന്ന എനിക്കുള്ള 20-30% വെറുതെ പാഴായി പോകുന്നു എന്നുള്ളതിനാണ് ഇവിടെ വസ്തുത മനസ്സിലാക്കാൻ പറ്റുന്നത്. വളരെ കഷ്ടതയാണ് ഇത്. നിങ്ങൾ ഇവിടെ മാത്രമല്ല, ഒരുപാട് വഞ്ചൂർ വാർഡിൻ്റെ തന്നെ ഒരുപാട് റോഡുകളുണ്ട്. ഇപ്പം അംബുജവലാസ് റോഡ് മുതൽ കോൺവെൻറ്റ് റോഡ് വരെയുള്ള റോഡ് ഏകദേശം ഒരു 600-700 മീറ്ററുള്ള വഞ്ചൂർ സ്കൂള്, കോളേജ്, ഒരുപാട് മാതൃഭൂമി പോലുള്ള ഒരുപാട് നിരവധി സ്ഥാപനങ്ങളുള്ള റോഡ് പോലും ഇതിനേക്കാളും പരിതാപകരമായ അവസ്ഥയിലാണ്. പോകേണ്ട ഏറ്റവും വലിയൊരു മാർഗ്ഗമാണ്. ഇത് തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാം മൊത്തത്തിൽ തടസ്സമാകും എന്നുള്ള രീതിയാണ്. ഇതിൽ നമുക്ക് ഒരു പൊതുപ്രവർത്തനം എന്നുള്ള രീതിയിൽ പറയാനുള്ള ഇത്രയും മാത്രമേ ഉള്ളൂ. സ്മാർട്ട് സിറ്റി അധികൃതർ ഇവിടെയുള്ള ആൾക്കാരോട് സഹകരിച്ച് നല്ല ആൾക്കാർക്ക് കരാർ കൊടുക്കുക. ഒരുപക്ഷെ കരാർ കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ ആ കൊടുത്ത കരാറുകാരോട്ട് നിന്നുകൊണ്ട് ആൾക്കാരോട്ടൊക്കെ സഹകരിച്ചു എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഈ പദ്ധതിയെ തീർത്തുകൊണ്ട്, ഇത് ജനങ്ങൾക്ക് ആവശ്യമുള്ള പദ്ധതിയാണ്. ജനങ്ങൾക്ക് ആവശ്യമായിട്ടാണ് കേന്ദ്ര സർക്കാർ ഈ ഫണ്ട് അനുവദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു മനസ്സ് സ്മാർട്ട് സിറ്റിക്കും അതുപോലെ തന്നെ കോർപ്പറേഷനും സംസ്ഥാന സർക്കാരിനും ഉണ്ടാവണം എന്നുള്ളതാണ് ഒരു BJP പ്രവർത്തനം എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്. അല്ല, ഈ ജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ റോഡ്, അതായത് യാത്രാ സൗകര്യത്തിന് വേണ്ടിയാണ് റോഡ് വികസനവും മറ്റും ചെയ്യുന്നത്. പക്ഷേ ഈ വികസനം കഴിഞ്ഞാലും ആ റോഡിൽ നടക്കാനായിട്ട് ആൾ വേണ്ടേ? അപ്പോൾ അതനുസരിച്ചുള്ള പ്രവൃത്തികൾ തന്നെ ചെയ്യണം. അല്ല, തീർച്ചയായും ഈ പറഞ്ഞതുപോലെ തന്നെ ഈ കുഴി ഇങ്ങനെ നടമ്പോൾ കുഴി വീണ് നട്ടലൊടിച്ച് വരെല്ലാം ആശുപത്രിയിലായിട്ട് പിന്നെ റോഡിൻ്റെ ആവശ്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഈ നമ്മൾ പ്രധാനമന്ത്രി ഇല്ലെങ്കിൽ അങ്ങനെ ഒരു എല്ലാ പേർക്കും നല്ലത് വരാൻ വേണ്ടിയിട്ട് റോഡുകളൊക്കെ വികസിക്കണം. റോഡുകൾ വികസിക്കുന്ന സമയത്ത് അത് ഇലക്ട്രിസിറ്റിയുടെ ലൈനുകളെല്ലാം അതിനടിയിൽ കൂടെ പോകണം. എല്ലാ സംവിധാനങ്ങളും നല്ല രീതിയിൽ പോകണമെന്ന് ചിന്തിക്കുന്ന സമയത്ത് ഇത് യുദ്ധാടിസ്ഥാനത്തിൽ തീർന്നാൽ മാത്രമേ ആൾക്കാർക്ക് ഇതിൻ്റെ ഗുണഭോക്താക്കളാകാൻ സാധിക്കുള്ളൂ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. 2020 മുമ്പ് തന്നെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ആൾക്കാർ ഇതിൻ്റെ ഗുണഭോക്താക്കളായി കഴിഞ്ഞു. ഇനി അടുത്ത പദ്ധതിയെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങി. അവിടെ അടുത്തൊരു പുതിയ പദ്ധതിയെ തുടങ്ങി മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ ആലോചിച്ച് തുടങ്ങി എങ്ങനെ കേന്ദ്ര സർക്കാർ നൽകുന്ന വിഹിതം എങ്ങനെ ഫണ്ടുകൾ ഉപയോഗിക്കാമെന്ന് മറ്റുള്ള സംസ്ഥാനങ്ങൾ ആലോചിക്കുമ്പോഴാണ് കേരളം ഇപ്പോഴും ഇവിടെ ഒച്ചിൻ്റെ വേദത്തിൽ ഇഴഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞത് സത്യമാണ്. റോഡുകൾ ശരിയാക്കുന്ന സമയത്ത് ശരിക്കും മനുഷ്യരുടെ ആവശ്യമാണ്. അതിന് നല്ല ഭംഗിയായിട്ട് എത്രയും പെട്ടെന്ന് തീർത്തേ സാധിക്കും. അതുപോലെ
വ്യാപാരികളെ കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ല. കാരണം ഗവൺമെൻറ്റിന് കിട്ടുന്ന ടാക്സുകളായാലും GST ഇനത്തിലായാലും ഏത് രീതിയിലായാലും വ്യാപാരികളിൽ നിന്ന് നല്ലൊരു എമൗണ്ടാണ് ഈടാക്കി വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വ്യാപാരികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ വികസനം ചെയ്യണം. അല്ല, 100% ശരിയാണ്. വ്യാപാരികൾ മാത്രമല്ല, പ്രാദേശികവാസികൾ എല്ലാവരും ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങൾക്കും പ്രത്യക്ഷമായ പരോക്ഷമായ നികുതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ നികുതിയിൽ നിന്ന് തന്നെയാണ് നമുക്കുള്ള ഈ വികസനങ്ങൾക്കുള്ള ഫണ്ടെല്ലാം വരുന്നത്. ഇവിടെ വൻകിട മുതലാളിമാരെന്ന് നികുതിയൊന്നും പിരിക്കുന്നില്ല. പക്ഷേ എങ്കിലും ഞാനും നിങ്ങളെയും പോലെ ഇവിടെ സാധാരണ വ്യാപാരികളെ പോലെ വ്യവസായികളെ സാധാരണ പ്രാദേശികരയിൽ നിന്നൊക്കെ നല്ല രീതിയിൽ നമ്മൾ നമ്മൾ രാവിലെ കഴിക്കുന്ന ആഹാരം പോലെ എല്ലാ സാധനങ്ങളിൽ നിന്നും പ്രത്യക്ഷമായും പരോക്ഷമായും നികുതി വാങ്ങിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അർഹതപ്പെട്ടവരാണ്, അവകാശപ്പെട്ടവരാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ തന്നെയാണ് ഇതിൻ്റെ അവകാശികൾ. അപ്പോൾ നമുക്കിത് ഔദാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, പ്രധാനമന്ത്രി എല്ലാവർക്കും അവകാശമായിട്ട് ഇത് തരുമ്പം ഇതിനെ ഭംഗിയായിട്ട് ചെയ്യേണ്ടേ. ഇത് എക്സിക്യൂട്ട് ചെയ്യേണ്ട ആൾക്കാർ എക്സിക്യൂട്ട് ചെയ്യുന്നില്ലല്ലോ. അതാണ് അവിടെ നേരത്തെ പറഞ്ഞത്. ഇത് ഭംഗിയായി ഇതിനെ ചെയ്യാൻ പറ്റുന്ന ടാലൻ്റായിട്ടുള്ള സ്കിൽഡായിട്ടുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ കരാർ കൊടുക്കുന്നില്ല. ഒരു വീട് വയ്ക്കുന്ന സമയത്ത് നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുമ്പോഴേ ആ വീട് നല്ല ഭംഗിയായിട്ടും കാലങ്ങളായിട്ട് നിൽക്കാനും ഒരു ബുദ്ധിമുട്ടില്ലാതെ പോകുന്നത്. അതിനൊരു പ്ലാൻ ഇല്ലാത്ത അവസ്ഥയിൽ പോകുമ്പം അത് മുഴുവത്തില്ല. അത് തന്നെയാണ് ഇവിടെയും കാണുന്നത്. ഒരു പ്ലാൻ ഇല്ല.